അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് മുഹറം 1 ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചിട്ട് ഇന്നാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. ലക്കും തഹാനി അൽ ആമുൽ ജദീദ്. എല്ലാവർക്കും ഒരു പുതുവത്സരത്തിന്റെ സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇനിയിപ്പോ മുഹറം 1 പിറന്നു 10 വരെ ആകെ ചോദ്യങ്ങളായിരിക്കും, ഉത്തരങ്ങളായിരിക്കും, സംശയങ്ങളായിരിക്കും അല്ലെ. മുഹറം 1 തുടങ്ങിയ പല ആളുകളും മുഹറം 10 കഴിഞ്ഞിട്ട് മതി അല്ലെ. മുഹറം 10 കഴിയുന്നത് വരെ പല ആളുകളും വീട് പണി തുടങ്ങില്ല, കുട്ടികളുടെ കല്യാണക്കാരെ ഉറപ്പിക്കൂല, വീട്ടിലൊരു മൃഗത്തിനെ വാങ്ങില്ല. അതായത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ മുഹറം 10 വരെ ഭയങ്കര പ്രശ്നമായിട്ടാണ് പലപ്പോഴും പല ആളുകളും കരുതിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു തെറ്റായ ധാരണ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുവാനും അത് തിരുത്തുവാനുമാണ് പറയുന്നത്. സത്യത്തിൽ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും പവിത്രമായ ദിവസമാണ്. മുഹറം മാസം എന്നുള്ളത് തന്നെ വളരെ പവിത്രമാണ്. അതിൽ ഏറ്റവും പവിത്രമായ 10 ദിവസങ്ങളാണ് ഈ മുഹറം 1 മുതൽ 10 വരെയുള്ളത്. അപ്പോ ഈ 1 മുതൽ മുഹറം 10 കഴിയട്ടെ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് പലപ്പോഴും. അതിന്റെ ഒരു പൊരുൾ ഇതാണ്: ഈ ഒരു 10 ദിവസത്തിൽ ഇത്രയും പവിത്രതയും അതുപോലെ തന്നെ ഒരുപാട് പ്രതിഫലങ്ങളും ഒരുപാട് സ്മരണകളുമുള്ള ദിവസങ്ങളായതിന്റെ പേരിൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്ന ദിവസങ്ങളാണ് ഈ 10 ദിവസം. അപ്പൊ അന്ന് ആളുകളെ ഇബാദത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചോട്ടെ, അന്ന് ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് സമയം കളയണ്ട. അത്രത്തോളം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്രത്തോളം പ്രതിഫലം സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഹൈറുള്ളതാണ്. കാരണം ഓരോ പ്രതിഫലമുള്ള ഏറ്റവും പവിത്രമായ സമയങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, മാസങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ദിവസങ്ങൾ നിങ്ങൾ എത്രത്തോളം നന്മ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി മാറ്റിവെക്കൂ എന്നുള്ള രീതിയിലാണ് പഴമക്കാരൊക്കെ മുഹറം 10 കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നിപ്പോ കുറെ അങ്ങ് കഴിഞ്ഞപ്പോൾ, ജനറേഷൻ മാറി വന്നപ്പോൾ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പലരുടെയും സംസാരത്തിൽ കേൾക്കുമ്പോ. ഒരിക്കലും അങ്ങനെയല്ല. 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം അള്ളാഹു ഏറ്റവും അനുഗ്രഹിച്ച ദിവസങ്ങളാണ്. കാരണം ഇസ്ലാമിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മുഹറം മാസത്തില് അല്ലെങ്കിൽ മുഹറം 1 മുതൽ 10 വരെയുള്ള സമയത്തിനുള്ളിൽ ഒരുപാട് രക്ഷകൾ നടന്ന സമയമാണ് അല്ലെ. ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ അറിയിക്കുന്നുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുള്ള സമയങ്ങളാണിത്. ആ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുള്ള സമയത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളായിട്ടേ കണക്കാക്കാൻ പാടുള്ളൂ. അതല്ലാതെ അതിനെ മോശമായിട്ട് കണക്കാക്കരുത്. അപ്പോ ആ ഒരു തെറ്റായ ധാരണ മാറ്റുക. ഏറ്റവും നല്ല ദിവസങ്ങളാണ്. നോമ്പ് നോക്കാം, അതുപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യാം, നല്ല കാര്യങ്ങൾ എന്തും ചെയ്യാം. ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം പല ആളുകളുടെയും വർത്താനം കേട്ട മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വല്ലാത്ത പരീക്ഷണം അല്ലെങ്കിൽ എന്തൊക്കെ ഇടങ്ങൾ പിടിച്ച ദിവസമാണ് ഈ 10 ദിവസം എന്ന്. അങ്ങനെയല്ല നമ്മുടെ സംസാരത്തിൽ വരരുത്. ഓക്കെ, എന്താണെങ്കിലും മുഹറം മാസം പിറന്നിരിക്കുന്നു, അനുഗ്രഹത്തിന്റെ നാളുകൾ, നമ്മുടെ ന്യൂ ഇയർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ നമ്മളിപ്പോ പല പ്രഭാഷണങ്ങളിൽ നിന്നും പലതും കേൾക്കാറുണ്ട്. ഇപ്പൊ കുറെ ആളുകൾ മുഹറം 1 പകലിൽ കാലത്ത് ഒരു 100 ബിസ്മിയോ എത്ര ബിസ്മി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം മുഴുക്കയും അവർക്ക് ഹൈറുണ്ടാവും, സന്തോഷമുണ്ടാവും, കാവലുണ്ടാവും. ഇങ്ങനെ പല രീതിയിലുള്ളതായിട്ടുള്ള പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാറുണ്ട്. നല്ലത് തന്നെയാണ്, കാരണം ബിസ്മിയാണല്ലോ എഴുതി വെക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു വൈറ്റ് പേപ്പറിൽ 100 വട്ടം എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം എഴുതി വെക്കുന്നത് മറക്കാതിരിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ അതിന്റെ ഉൾപ്പൊരുൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഈ മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ, ന്യൂ ഇയറിന്റെ തുടക്കത്തിൽ തന്നെ 100 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബഹി നിസ്കാരത്തിന് ശേഷം പറയാൻ ശ്രമിക്കുക എല്ലാ ദിവസവും. ആ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം എഴുതി വെക്കുമ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മുടങ്ങാതെ ചെയ്തു നോക്കൂ. എന്ത് നല്ലൊരു സുഖമുള്ള, സന്തോഷമുള്ള, കാവലുള്ള പരിപാടിയാ. ഒരു മുഅ്മിനായ മനുഷ്യൻ കാലത്ത് എണീറ്റ് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 100 വട്ടം പറയുമ്പോ, പടച്ച റബ്ബേ നിന്റെ പേര് കൊണ്ട് ബർക്കത്തെടുത്തിട്ട് എന്റെ ദിവസത്തെ ഞാൻ ആരംഭിക്കുന്നു എന്ന് 100 വട്ടം. എങ്ങനത്തെ റബ്ബാണ്? റഹ്മാനും റഹീമുമാണ്. ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ, വഴിപ്പെട്ടവർക്ക് പ്രത്യേകം ഗുണം ചെയ്യുന്നവൻ. ഇത്രയും കാരുണ്യമുള്ള റബ്ബേ നിന്റെ നാമം കൊണ്ട് ഞാൻ എന്റെ ദിവസം ആരംഭിക്കുന്നു എന്നൊരു മനുഷ്യൻ 100 വട്ടം പറഞ്ഞിട്ട് അവൻ ജോലിക്കോ അല്ലെങ്കിൽ ഏത് പ്രവർത്തിക്കോ പഠനത്തിനോ അല്ലെങ്കിൽ ഏത് മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഇൻഷാ അല്ലാഹ് ഈ ഒരു ന്യൂ ഇയർ അടിപൊളിയായിരിക്കും. വിജയത്തിന്റെ
നല്ല യാത്രയായിരിക്കും. അങ്ങനെ അത് എഴുതി വെച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കരുത്. നിങ്ങൾ സ്ഥിരമായിട്ടുള്ള മറ്റെന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇതെങ്കിലും നടക്കട്ടെ, 100 ബിസ്മി ചൊല്ലിയിട്ട് ദിവസം ആരംഭിക്കൂ. അത്രയും പവിത്രമായ ഒരു മാസമാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ സൗദി അറേബ്യ, അവിടെ ഇന്നലെ ആയിരുന്നു മുഹറം എന്ന്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും പവിത്രമായ കഅബ ഷരീഫിന് പുതിയ മൂടുകുടം, അതായത് കില്ല ഒക്കെ പിന്നെ വിരിച്ച വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. 10 ഇതിന്റെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ ആ കാര്യം പറഞ്ഞിരുന്നു. 10 മാസക്കാലത്തെ പ്രയത്നമാണ് ആ രീതിയിലുള്ള കഅബ ഷരീഫിന്റെ മുകളിൽ ആ വിരിക്കുന്ന മൂടുപടത്തിന്റെ നിർമ്മാണത്തിന്റെ പ്രയത്നം. 10 മാസം 120 കിലോ സ്വർണ്ണ നൂലുകളാണ് അതിൽ നെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1000 കിലോ വെള്ളി നൂലുകളും പിന്നെ എത്രയോ വിലപിടിപ്പുള്ള പട്ടിലാണ് അത് നെയ്തെടുത്തിരിക്കുന്നത്. അതിനെയാണ്, അതും ഈ മുഹറം 1-നാണ് മാഷാ അല്ലാഹ് പഴയ ആ പിന്നെ മൂടുപടം മാറ്റിയിട്ട് ഈ പുതിയതിനെങ്ങനെ കയറ്റും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയം വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് അവിടെയുള്ള ആളുകൾക്ക്. അതെല്ലാം മുഹറം 1-നാണ്. അതും ഇപ്പോ ഇന്നലെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോ പറയാനുള്ളത് മുഹറം 1 മുതൽ 10 വരെയുള്ളത് അടിപൊളി മഹത്തരമുള്ള നല്ല ദിവസങ്ങളാണ്. അതിനൊരു നമ്മൾ പറയുമ്പോൾ തന്നെ എന്തോ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ പറയരുത്. ഒരുപാട് നന്മകൾ ചെയ്യാം, സദഖ കൊടുക്കാം, അതുപോലെ പാവങ്ങളെ സഹായിക്കാം, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാം, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാം, നോമ്പ് നോക്കാം. അതിനോട് കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകളുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സന്തോഷമുള്ള കാര്യങ്ങൾ ഭൗതികമായതും ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. ധാരണങ്ങൾ മാറ്റിയാൽ മതി. ഇനി മുഹറം 10 കഴിഞ്ഞ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അതിന്റെ ഉള്ളിൽ ചെയ്യുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഈ മുഹറം മാസം പിറക്കുമ്പോൾ ചില ആൾക്കാർ, ഞാൻ പറയുന്നത് കാര്യമുണ്ട്, ഇനിയിപ്പോ മുഹറം മാസം പിറക്കാനായി, ഇനിയിപ്പോ മുഹറം 10 കഴിയാതെ എന്താ ചെയ്യാ, വലിയ പ്രശ്ന. ഈ പറച്ചില് കേട്ടാൽ വിചാരിക്കും മുഹറം ഒരു കൊട്ടേഷൻ മാസമാണ്, ഭയങ്കര പ്രശ്നക്കാരനാണെന്ന്. അല്ല, ഷഹറുല്ലാഹ്, ആ മുഹറത്തിനെ കുറിച്ച് പറയുന്ന അള്ളാഹുവിന്റെ മാസമാണത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്രയും അനുഗ്രഹങ്ങള് മനുഷ്യന്മാർക്ക് നൽകുന്ന അത്രയും രക്ഷയുള്ള ഒരു മാസമാണ്. ആ മാസത്തിനെ ബഹുമാനിക്കുവാനും അതിന്റെ പവിത്രതകൾ സ്വീകരിക്കുവാനും പടച്ച റബ്ബ് നമ്മളൊക്കെ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ എല്ലാ സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു നൽകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പൊ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല തെറ്റിദ്ധാരണകളും നീങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഫസ്റ്റ് കാണുന്ന ആളുകളാണെങ്കിൽ, ഞാൻ എല്ലാ വീഡിയോസിലും അങ്ങനെ പറയാറില്ല, പലപ്പോഴും ഏതെങ്കിലും ഒരു വീഡിയോ കിട്ടിയിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കിട്ടുമ്പോൾ നമുക്ക് മെസ്സേജ് വരാറുണ്ട്, സാറ് വീഡിയോ ഇടാൻ എത്ര ലേറ്റ് ആയി എന്നുള്ളത്. ഞാൻ ലേറ്റ് ആകുന്നതല്ല, സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ അവിടെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അവിടെ ഒരു ബെല്ലുണ്ടല്ലോ, ഒരു ഞെക്കല് ഞെക്കിയാലാണ് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ആവശ്യമുള്ളവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്താണെങ്കിലും പടച്ചറപ്പെല്ലാം സ്വീകരിക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.